കേരള സർവകലാശാലയിൽ രജിസ്ട്രാർക്കെതിരായ നീക്കം കടുപ്പിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. രജിസ്ട്രാർ അനധികൃതമായി ഓഫീസിൽ ഹാജരായാൽ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും. ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നിർണായക തീരുമാനം. സലീം മാലിക് ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഒരു ഭാഗത്ത് അനനയ നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നതൊക്കെ പാളിയെന്ന് മന്ത്രിയുടെ പ്രതികരണത്തിൽ വ്യക്തമായതാണ്. ഇപ്പോഴെന്താണ് VC എടുത്തിരിക്കുന്ന തീരുമാനം? സലീം. സർവകലാശാല വിഷയത്തിൽ ഒരു അനുനയ ശ്രമം ഉണ്ടായിരുന്നെങ്കിലും ആ അനുനയം അകലെയാണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോഴും ലഭിക്കുന്നത്. മന്ത്രി തന്നെ ഇടപെട്ടൊരു അനുനയത്തിനുള്ള ശ്രമം നടത്തിയെങ്കിലും അതൊന്നും ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. മാത്രമല്ല, നിലവിൽ ഈ സസ്പെൻഷൻ വിവാദത്തിൽ പോലീസിനെ സമീപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഉദ്ദേശമായി നിൽക്കുകയും ചെയ്യുന്നത്. അത് രജിസ്ട്രാർ അനധികൃതമായി ഹാജരായാൽ, ഓഫീസിൽ ഹാജരായാൽ അവിടെ നിന്നും നീക്കം ചെയ്യാൻ പോലീസ് സഹായം തേടണം എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ അവിടുത്തെ സെക്യൂരിറ്റിയോടുൾപ്പെടെ ഈ നിലയിൽ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അതൊന്നും നടപ്പായിരുന്നില്ല. കൃത്യമായി അനിൽകുമാർ രജിസ്ട്രാറുടെ ഓഫീസിലേക്ക് സ്ഥിരമായി എത്തുകയും അവിടെ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, നേരത്തെ അനിൽകുമാറിൽ നിന്നും മിനി കാപ്പനിലേക്ക് ചുമതല നൽകിയിരുന്നെങ്കിലും ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട ചുമതലകളൊന്നും നൽകിയിരുന്നില്ല. പക്ഷേ ഇന്നലെയാണ് യൂണിവേഴ്സിറ്റിയിലെത്തിയ മോഹനൻ കുന്നുമേൽ, വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ ആ ഫയൽ നീക്കത്തിനുള്ള ചുമതല കൂടി മിനി കാപ്പന് നൽകിയത്. അതിന് പിന്നാലെ ഇന്നലെ മുതൽ ഫയൽ നീക്കം, യൂണിവേഴ്സിറ്റിയിലെ ഫയൽ നീക്കം മിനി കാപ്പനിലൂടെയാണ് പോവുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ നിലവിൽ മറ്റൊരു തീരുമാനം കൂടി, പോലീസിനെ സമീപിക്കാനുള്ള ഒരു തീരുമാനം കൂടി വരികയും ചെയ്യുന്നത്. അത് ഈ വൈസ് ചാൻസലറുമായി ഗവർണർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം, നിലവിലെ സ്ഥിതിഗതികൾ അറിയിച്ചതിന് ശേഷമാണ് ആ നീക്കം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഗവർണറുടെ കൂടി ഉപദേശം അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരുപക്ഷെ സർവകലാശാല വീണ്ടും കലാപകലുഷിതമാകാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഉന്മേഷ്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.